Okay, dear students, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് എന്താണെന്ന് കണ്ടു. ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വേരിയബിൾ ഫങ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിരിക്കണേ പറഞ്ഞു. ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കണ്ടു, ലിമിറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ കണ്ടായിരുന്നു. കുറച്ച് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ y is equal to x എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. y is equal to x സ്ക്വയർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 2x ആണ്. ക്യൂബ് ഫംഗ്ഷൻ y is equal to x cube ഡെറിവേറ്റീവ് 3x square ആണ്. So if you write y is equal to x raised to n, a power function of the form x raised to n where n is any real number, you can see that this is true for every n. Not only for integers, it is true for any n. Dy by dx is n into x raised to n minus 1. So you can use that formula to find the derivatives of some functions of the form nth root of x or 1 by nth power of x. So y is equal to root x in the derivative ഇതുപോലെ കണ്ടുപിടിച്ചാൽ you can find that it is 1 by 2 root x. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ y is equal to 1 by x, അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. ബൈ റീറൈറ്റിംഗ് ദിസ് ആസ് എക്സ് റേസ് ടു -1 ആൻഡ് അപ്ലൈയിങ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n, you will get -1 into x raised to -1. So the derivative is -1 by x square. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് ഫങ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് y is equal to x e raised to x, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അതേസമയം ഈ അല്ല, വേറെ ഏതെങ്കിലും ബേസ് ആണെങ്കിൽ y is equal to some other base, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ to the base a ആണെങ്കിൽ its derivative is a raised to x log a raised to x log a. Now for logarithmic function, അതായത് y is equal to log x to the base e, natural logarithm, derivative is 1 by x. അതിന് പകരം വേറെ ഏതെങ്കിലും ആണ് ബേസ് എങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോഗരിതം ഓഫ് എക്സ് ടു ദ ബേസ് എ ആണ് y എങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എ റേസ് ടു എത്ര ചെയ്താലാണ് എക്സ് കിട്ടുക, y ചെയ്താലാണ് എക്സ് കിട്ടുക എന്നാണ്. ഈ പവറിനെയാണ് എന്ത് പറയുന്നത്, y ലോഗരിതം ഓഫ് എക്സ് ടു ദ ബേസ് എ എന്ന് പറയുന്നത്. അപ്പോൾ എ റേസ് ടു y is equal to x ആണെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഈ ഇക്വേഷനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എ റേസ് ടു വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു വൈ. ഇപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ചെയിൻ റൂൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ റേസ് ടു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ആയിരിക്കും. ആൻഡ് റൈറ്റ് സൈഡിൽ അത് 1 ആയിരിക്കും. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ dy by dx നിങ്ങൾക്ക് കാണാം, അതെന്ന് പറയുന്നത് 1 by a raised to y ആണെന്ന് കാണാം. a raised to y is correct. So this is 1 by logarithm of x to the base a, or you can write this as വേറൊരു തരത്തിൽ എഴുതാറുണ്ടല്ലോ, ലോഗരിതം ഓഫ് എക്സ് ടു ദ ബേസ് എന്റെ ഡെറിവേറ്റീവ് 1 by യെസ് അങ്ങനെ എഴുതാറുണ്ട്. അതായത് ഒരു ഫങ്ഷൻ, അതൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ലോഗരിതം ഡിസ്കസ് ചെയ്താണെന്ന് തോന്നുന്നു, ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ഒരു നമ്പർ
റേസ് ടു എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഈ എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോഗരിതം ഓഫ് വൈ ടു ദ ബേസ് എ എന്ന് പറയുന്നത്. ഈ എക്സിനെയാണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ലോഗരിതം ഓഫ് വൈ ടു ദ ബേസ് എനെ നാച്ചുറൽ ലോഗരിതത്തിന്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഐ തിങ്ക് ഇതിനെ നമുക്ക് നാച്ചുറൽ ലോഗരിതത്തിന്റെ ടേംസിൽ എഴുതണമെങ്കിൽ better to take natural logarithm on both sides. I think natural logarithത്തിന്റെ ടേംസിലാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ ഇത് സോറി എഴുതിയത് തെറ്റല്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ബൈ ഹാർട്ട് ചെയ്യാറ് അങ്ങനെയല്ല. നമ്മൾ ln of xന്റെ ടേംസിലാണ് ഫോർമുല പറയാറ്. അതായത് ഈ സപ്പോസ് ഞാൻ ഈ a raised to y is equal to x എന്നുള്ള ഇക്വേഷനെ രണ്ട് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുവാണെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു മീൻസ് ടു ദ ബേസ് ഇ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ലോഗരിതം ഓഫ് a raised to y is equal to ലോഗരിതം ഓഫ് x വിത്ത് റെസ്പെക്ട് ടു ഇ എന്ന് വരും. And we have logarithmic property വെച്ചിട്ട് logarithm of x raised to n is n log x. So this is y log a is equal to ln x, or you can write y is equal to ln x by ln a. So from this you can write derivative is dy by dx is ln x in derivative 1 by x ആണ്. ln a is a constant. There is no variable x is in this term. So you can write this is same as അതും നിങ്ങൾക്ക് ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാതെ ഞാൻ പിന്നെ പറയാം നിങ്ങളുടെ അടുത്ത്. 1 by x divided by ln a എന്നാണ് വരിക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കുക. എന്നിട്ട് ബാക്കി പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാവേ. അതായത് പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഇഫ് യു ഹാവ് എ ലോഗരിതം ഓഫ് എക്സ് ടു എനി അതർ ബേസ്, ലോഗരിതം ഓഫ് എക്സ് ടു ദ ബേസ് എ ആണെങ്കിൽ derivative is 1 by x log a. x log a with to the base ln a എന്ന് എഴുതാം. log a എന്ന് എഴുതാനില്ല, ഞാൻ ln a എന്ന് എഴുതാം. ഇതൊന്ന്. പിന്നെ പഠിക്കാനുള്ളത് നിങ്ങൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെയും കൂടെ ഡെറിവേറ്റീവ്സ് പഠിച്ചു വെക്കണം. അതായത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്താണ് സൈൻ എക്സ്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. പെട്ടെന്ന് മൊഡ്യൂൾ 4 ടോപ്പിക് എടുക്കുകയാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇങ്ങനെ ഒന്ന് ഇപ്പോൾ പഠിച്ചു വയ്ക്കും. അതിൻ്റെ ഡെഫിനീഷനും കാര്യങ്ങളും എന്താണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് പഠിപ്പിക്കാനുണ്ട്. എനിക്ക് സെക്കൻഡ് മൊഡ്യൂളിലുണ്ട് ട്രിഗ്നോമെട്രിയുടെ ബേസിക്സ്. സോ അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പിന്നീട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അതുപോലെ തന്നെ വേറെയുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ സീക്ക് എക്സിൻ്റെ സ്ക്വയർ എന്നാണ് അർത്ഥം. സീക്ക് എക്സിൻ്റെ സ്ക്വയർ എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ സീക്ക് സ്ക്വയർ എന്ന് എഴുതുക. അത് ലോഗരിതത്തിന് നമ്മൾ അങ്ങനെ തന്നെയാണ്. ലോഗരിതം ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ന് എഴുതുന്നതിന് നമ്മൾ ലോഗ് എക്സ് സ്ക്വയർ എന്നല്ല എഴുതുക, ലോഗ് സ്ക്വയർ എക്സ് എന്ന് എഴുതും. അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം സൈൻ ഓഫ് എക്സ് സ്ക്വയർ അല്ല, സൈൻ എക്സിൻ്റെ സ്ക്വയർ എന്നാണ്. ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻ എക്സ് സ്ക്വയർ ആൻഡ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് സൈൻ സ്ക്വയർ എക്സ്. Sin square x is the square of sin x. This is the sine of x square. This is sine of x square. This is sine of x square, and this is sin x in the square and the whole square. So they are not equal.
So sec square means sec x the whole square, and if y is equal to where എന്തൊക്കെയാ വേണ്ടേ sec x, if y is equal to sec x, derivative is sec x tan x. If y is equal to where the cot x, derivative is minus cosec square x. And if y is equal to cosec x, derivative is minus cosec x cot x. ഇത്രയും ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ഒന്ന് പഠിച്ചു വയ്ക്കണം. എന്തൊക്കെയാണ്? ഒന്ന് ഇതാണ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0, ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x², എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n into x raised to n minus 1, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്, 1/xന്റെ ഡെറിവേറ്റീവ് -1/x², e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x, a raised to x ന്റെ ഡെറിവേറ്റീവ് a raised to x log a ln a, ln x ന്റെ ഡെറിവേറ്റീവ് 1/x, ലോഗരിതം ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ln a, sin x ന്റെ ഡെറിവേറ്റീവ് cos x, cos x ന്റെ ഡെറിവേറ്റീവ് minus sin x, tan x ന്റെ ഡെറിവേറ്റീവ് sec square x, sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x, cot x ന്റെ ഡെറിവേറ്റീവ് minus cosec square x, cosec x ന്റെ ഡെറിവേറ്റീവ് minus cosec x cot x. ഇതിന്റെയൊക്കെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നാമത് നമുക്കത് സിലബസിലില്ല, രണ്ടാമത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഞാനിത് പ്രൂവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിച്ചിടുമോ എന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം അതൊക്കെ സ്കിപ്പ് ചെയ്ത് നമ്മുടെ സിലബസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പോണേ. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് ഇതിൻ്റെ കുറച്ച് റൂൾസ് ആണ് പഠിക്കാനുള്ളത്. ഇത്രയും ഡെറിവേറ്റീവ്സ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഒരുമാതിരിപ്പെട്ട കുറേ ഫങ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. കാരണം ഇതിൻ്റെ തന്നെ സം വരിക, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ വരിക, ഇവ തമ്മിലുള്ള പ്രോഡക്റ്റ് വരിക, കോഷ്യന്റ് വരിക, ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇതിലൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരിക, ഇങ്ങനത്തെ കുറച്ച് റൂൾസും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതൊക്കെയാണ് നമ്മൾക്ക് ഈ ആപ്ലിക്കബിൾ മാത്സിൻ്റെ ഡെറിവേറ്റീവ്സ് എന്നുള്ള സെഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ.